മോഹൻലാലിനെ ചാരി ശ്വേത പിന്തുണച്ച മല്ലിക സുകുമാരനും ലക്ഷ്മി പ്രിയയും രാജിവെച്ചു. അമ്മയിൽ പ്രതിസന്ധി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. ജനറൽ ബോഡിയിലും തുടർന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലും രാജി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ശ്വേതാ മേനോൻ സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് പ്രതിസന്ധികൾക്ക് കാരണം. സംഘടനയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുകയാണ് അഡ്ഹോക് കമ്മിറ്റി പ്രതിസന്ധിയിലായത്. ജൂൺ 21 കൊച്ചിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡിയിലാണ് ശ്വേത രാജി പ്രഖ്യാപിച്ചത്. യോഗത്തിൽ നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ വരവ് ചെലവ് കണക്കുകൾ വ്യക്തതയില്ലെന്നും പാസാക്കാൻ കഴിയില്ലെന്നും അംഗങ്ങളിൽ ചിലർ നിലപാടെടുത്തു. തുടർന്നാണ് തൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കുകയാണെന്ന് ശ്വേത പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് BJPക്ക് സ്ഥാനാർത്ഥികളെ നൽകാൻ ശ്രമിക്കുന്നുവെന്ന് ബാബുരാജ് ആരോപണം ഉന്നയിച്ചതോടെയാണ് ശ്വേത സംഘടനാ അംഗത്വം തന്നെ ഒഴിയാമെന്നും പ്രഖ്യാപിച്ചത്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രാജി പ്രഖ്യാപിച്ചു. തുടർന്നാണ് ജനറൽ ബോഡി രമേശ് പിഷാരടി MLA നേതൃത്വത്തിലുള്ള താൽക്കാലിക സമിതിയെ ഭരണനിർവഹണത്തിനായി നിയോഗിച്ചത്. 4 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തി അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അധികാരമേൽക്കുന്നതുവരെ ഹെഡ്കോ കമ്മിറ്റിക്ക് ചുമതല നൽകി. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അമ്മ ഓഫീസിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ശ്വേത ഉൾപ്പെടെയുള്ളവർ രാജിക്കത്ത് കൈമാറിയിട്ടില്ല എന്ന് വ്യക്തമായത്. ശ്വേത നേതൃത്വം നൽകിയ ഭരണസമിതിയിൽ കുക്കു പരമേശ്വരൻ ആയിരുന്നു ജനറൽ സെക്രട്ടറി, ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ്, ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ്, അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി, ഉണ്ണി ശിവപാൽ ട്രഷറർ, കൈലാഷ്, സരയു, വിനു മോഹൻ, ടിനി ടോം, നീന കുറുപ്പ്, സന്തോഷ് കീഴാറ്റൂർ, റോണി ഡേവിഡ് രാജ്, സിജോയ് വർഗീസ്, ജോയ് മാത്യു, അഞ്ജലി നായർ, ആശ അരവിന്ദ് തുടങ്ങിയവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അൻസിബ ഹസൻ നേരത്തെ രാജിവെച്ചിരുന്നു. തുടർന്നാണ് അമ്മയിലെ തർക്കം പരസ്യമായത്. ഓഫീസ് ജീവനക്കാരിയുടെ ആരോപണങ്ങളെ തുടർന്ന് ട്രഷറർ ഉണ്ണി ശിവപാലിനെ മാറ്റി നിർത്തിയിരുന്നു. കൈലാഷ്, ജോയ് മാത്യു, ജയൻ ചേർത്തല എന്നിവർ കഴിഞ്ഞ ദിവസം രാജിയും നൽകി. ഇതിനിടെയാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ലെന്ന സൂചനയുമായി ശ്വേതാ മേനോൻ രംഗത്തെത്തിയത്. അമ്മ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ശ്വേത വിശദീകരണ കുറിപ്പ് പങ്കുവച്ചത്. അമ്മ ബൈലോ പ്രകാരം ഹഡ്കോ കമ്മിറ്റിക്ക് ഇന്നൊരു സംവിധാനമില്ലെന്നാണ് ശ്വേത ചൂണ്ടിക്കാട്ടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളെ തുടർന്ന് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂട്ടരാജി നൽകിയപ്പോഴുള്ള സാഹചര്യവും ശ്വേത ഓർമ്മിപ്പിച്ചു. അന്ന് ഭരണസമിതി രാജിവെച്ചെങ്കിലും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ തുടരുകയായിരുന്നു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ പിന്മാറില്ലെന്നാണ് ശ്വേത വിശദീകരിക്കുന്നത്. സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ വനിതാ അംഗങ്ങൾ അമ്മ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് നടി ഉഷ ഹസീനയുടെ മുന്നറിയിപ്പ്. അതേസമയം ഹെഡ്കോ കമ്മിറ്റിയുടെ നിയമനത്തിനെതിരെ ശ്വേത കോടതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ടോപ് 10 മലയാളം.